നമസ്കാരം. പി എം കെയേഴ്സ് ഫണ്ടിനെ പറ്റി ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ അനുവദിക്കരുത് എന്നൊരു നിർദ്ദേശം ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇതിനോടൊപ്പം തന്നെ പി എം നാഷണൽ റിലീഫ്, നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യങ്ങൾക്കും അംഗീകാരം നൽകരുത് എന്ന ഒരു നിർദ്ദേശവും പി എം ഒയിൽ നിന്നും ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ലോക്സഭയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂളാണ് ഫണ്ടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ തടയുന്നതിനായി പി എം ഓഫീസ് ഉപയോഗിക്കുന്നത്. ഈ റൂൾ പറയുന്നത് സർക്കാരിന്റെ പരിഗണനയില്ലാത്തതോ പ്രാഥമികമായി ഉത്തരവാദിത്വം ഇല്ലാത്തതോ ആയ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കരുത് എന്നുള്ളത്. അതിനാൽ തന്നെ ഫണ്ടുകളിൽ ഏതിനെ പറ്റി വരുന്ന ചോദ്യങ്ങൾ, 0 അവർ നോട്ടീസുകൾ ഇതെല്ലാം അനുവദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മേൽ പറഞ്ഞ റൂളിന്റെ അടിസ്ഥാനത്തിലാവണം എന്നതാണ് നിർദ്ദേശം. ചോദ്യങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളെയാണ് ഇവിടെ സമർത്ഥമായി പി എം ഒ ഉപയോഗപ്പെടുത്തുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു കർശന നിർദ്ദേശം ഉള്ളപ്പോൾ ഈ ഫണ്ടുകളെ പറ്റി വരുന്ന ഒരു ചോദ്യവും ഇനി സഭയിൽ ഉന്നയിക്കുന്നതിന് അനുവാദം ലഭിക്കാൻ പോകുന്നതുമില്ല. ഫണ്ടുകളെ പറ്റി ചോദ്യങ്ങൾ അനുവദിക്കേണ്ട എന്ന് പറയുന്നതിന് പിന്നിൽ എന്ത് കാരണങ്ങളാണ് ഉള്ളത് എന്നതിനെ പറ്റി വിശദീകരണവും വന്നിട്ടുണ്ട്. ഫണ്ടുകളിലെ പണം സർക്കാർ ഫണ്ടല്ല, ജനങ്ങൾ നൽകുന്ന സംഭാവനയാണ്. സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഫണ്ടിനെ പറ്റി പാർലമെന്റിലെ ചോദ്യോത്തര വേളയിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നുമാണ് പി എം ഓഫീസ് നൽകിയിട്ടുള്ള വിശദീകരണം. ഈ വാദം ഇതിപ്പോൾ പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തോടെ തള്ളിക്കളയുന്നതായി കാണാനാവും. കാരണം തുടങ്ങിയ കാലം മുതൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണല്ലോ പി എം കെയേഴ്സ് ഫണ്ട്. പൊതുപണം വലിയ തോതിൽ വന്നു ചേരുന്ന പി എം കെയേഴ്സ് പോലൊരു ഫണ്ട്, അതിലേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപ അത് എന്തിനെല്ലാമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ പറ്റി വ്യക്തമായ കണക്കുകൾ പങ്കുവെക്കപ്പെടുന്നതുമില്ല. മുൻകാലങ്ങളിൽ വിവരാവകാശ നിയമം വഴി ഈ ഫണ്ടിന്റെ കണക്കുകൾ ആവശ്യപ്പെട്ടുവെങ്കിലും അനുകൂലമായ നിലപാട് ആയിരുന്നില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്തിട്ടുള്ളത്. ഫണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ളതല്ല, അതിനാൽ തന്നെ അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും ഉള്ള മറുപടിയാണ് പി എം ഒ നൽകിയിട്ടുള്ളത്. പാർലമെന്റിൽ നിന്നും ഇത് സംബന്ധിച്ച ചോദ്യങ്ങളെ തടയുക എന്നതിലൂടെ ഈ ഫണ്ടിന്റെ സമാഹരണം, വിനിയോഗം എന്നിവ എത്തരത്തിലെല്ലാം നടത്തപ്പെടുന്നു എന്നതിനെ പറ്റി വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ സാധ്യതകളെയാണ് ഇല്ലാതാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ധന ഇടപാടുകൾ നടത്തുമ്പോൾ അതിനെല്ലാം കൃത്യമായി ഓഡിറ്റിംഗ് നടത്തേണ്ട നിയമപരമായ കടമ ആണ് എന്നുള്ളത്. പ്രധാനമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഫണ്ടിംഗ് സംവിധാനത്തിലേക്ക് വരുന്ന പണം എന്തിനു വേണ്ടിയാണ്, ധനശേഖരണം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഈ ഫണ്ടിംഗ് സമാഹരണം നിറവേറ്റുന്നുണ്ടോ എന്ന കാര്യം അറിയുന്നതിന് തീർച്ചയായും രാജ്യത്തെ പൗരന്മാർക്ക് അവകാശവുമുണ്ട്. പി എം കെയേഴ്സിലൂടെ എന്താണ് അത് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആശയം എന്താണ് എന്ന ചോദ്യത്തിന് കോടിക്കണക്കിന് രൂപ വന്നു ചേരുന്ന ഒരു ഫണ്ടിംഗ് സംവിധാനമാണ് ഇത്. രാജ്യം അടിയന്തര സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ പണം ശേഖരിക്കാനുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ്, അതാണ് പി എം കെയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോവിഡിന് ശേഷം 2020 മാർച്ച് 7 ഈ സംവിധാനം നിലവിൽ വന്നു. പ്രധാനമന്ത്രി അധ്യക്ഷനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ ഫണ്ട് നിയന്ത്രിക്കുന്നത്. പ്രതിരോധം, ധനകാര്യം, ആഭ്യന്തരം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും ഇതിന്റെ കമ്മിറ്റിയിൽ അംഗങ്ങളായി വരുന്നു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2022-23 വരവ് ചിലവ് കണക്കുകൾ മാത്രമാണ്. അതിനുശേഷം ഒരു കണക്കും ഇതിന്റെ വെബ്സൈറ്റിൽ കാണാനായി സാധിക്കുന്നുമില്ല. മറ്റ് ഫണ്ടുകളെ പറ്റി പറയുമ്പോൾ പ്രകൃതി ദുരന്തം, അപകടം, കലാപം എന്നിവ മോശമായി ബാധിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ട്. സായുധ അർദ്ധസൈനിക സേനകളിലെ അംഗങ്ങളുടെ ക്ഷേമം, കുടുംബങ്ങളെ സഹായിക്കുക എന്നതിന് വേണ്ടിയുള്ളതാണ് NDF ഫണ്ട്. വളരെ നാളുകളായി രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പി എം കെയേഴ്സിന്റെ സുതാര്യത ഉറപ്പാക്കണം എന്ന കാര്യം. ഓഡിറ്റിംഗ് നടത്തണം എന്നതല്ല, ധന ഇടപാടുകൾ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്ന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ സദാ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെയാണ് യാതൊരു വരവ് ചിലവ് കണക്കുകളും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിൽ രാജ്യത്ത് ഒരു ധനശേഖരം യഥേഷ്ടം നടത്തിപ്പോരുന്നു. പ്രധാനമന്ത്രിയുടെ പേരിൽ നടത്തുന്ന പി എം കെയേഴ്സിന്റെ ചുക്കാൻ പിടിക്കുന്നത് BJPയിലെ പ്രമുഖ നേതാക്കന്മാരാണെന്ന് പറഞ്ഞുവല്ലോ. ഒരു ട്രസ്റ്റായി സൗകര്യപൂർവ്വം നടത്തിക്കൊണ്ടു പോകാവുന്ന ഒന്നാണോ പി എം കെയേഴ്സ് എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം. പി എം കെയേഴ്സ് ഫണ്ട് ഓഡിറ്റിങ്ങിന് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്ന അവസ്ഥയിൽ ഈ നിലപാട് ശരിയല്ലെന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാണ്. പാർലമെന്റിൽ പി എം കെയേഴ്സ് ഫണ്ടിനെ പറ്റി ചോദ്യങ്ങൾ തടയുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ മുൻനിർത്തി ഈ പ്രശ്നത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുകയാണ് CPIM.
കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കടന്നാക്രമിച്ചുകൊണ്ട് CPM പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ജനാധിപത്യത്തെയാണ് ദുർബലപ്പെടുന്നത്. സുതാര്യതയില്ലായ്മ എത്രത്തോളം അപകടകരമാണെന്ന കാര്യം നിലനിൽക്കുമ്പോഴും അതിനെ സ്ഥാപനവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് ഇതെല്ലാം. എന്താണോ ജനാധിപത്യ വ്യവസ്ഥയിൽ അത്യന്ത അപകടകരമായി അതിനെ സ്ഥാപിക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. എക്സിക്യൂട്ടീവിനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ധിക്കാരപരമായ ശ്രമമായും ഈ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നു. അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നതിനായി ശേഖരിക്കുന്നതാണ് ഇത്തരം ഫണ്ടുകൾ. ഇത് സ്വകാര്യമായി ഉപയോഗിക്കുവാനോ കള്ളപ്പണമായി വിനിയോഗിക്കുന്നതിനോ വേണ്ടി ഉള്ളതല്ല. കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് പൊതുപരിശോധനയ്ക്കായി വിധേയമാക്കണം എന്നതാണ് CPMന്റെ ആവശ്യം. ഇത്തരം ചോദ്യങ്ങളെ വിലക്കുന്നതിന് എന്ത് ന്യായമാണ് സർക്കാരിനുള്ളത് എന്ന് ചോദിച്ചാൽ, സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലാത്തത്, പ്രാഥമിക ഉത്തരവാദിത്തം ഇല്ലാത്തതുമായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കരുത് എന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശം. അതാണ് ഇതിനൊരു ന്യായമായി അവർ പറയുന്നതും. കോവിഡ് പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായി സജ്ജമാക്കിയ ഒരു ഫണ്ടിംഗ് സംവിധാനത്തിന്റെ കണക്കുകളെ വ്യക്തമാക്കുന്നതിൽ സർക്കാരിന് ബാധ്യത ഇല്ല എന്നതാണ് അവരുടെ നിലപാട്. ഇതും തീർത്തും തെറ്റായ ഒരു സമീപനം ആണെന്ന് തന്നെ പറയേണ്ടിയും വരും. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരിൽ ആരംഭിച്ച ഒരു ഫണ്ടിംഗ് സംവിധാനമാണിത്. ഇത് തികച്ചും മാതൃകാപരമായിരിക്കുകയും വേണം. ജനാധിപത്യ വ്യവസ്ഥയിൽ ചെറിയൊരു കാര്യമൊന്നുമല്ല ഓഡിറ്റിംഗ്. വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അത്. സിസ്റ്റം സുതാര്യമായിരിക്കണം എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരിൽ തുടങ്ങിയ ഒരു ഫണ്ടിംഗ് സംവിധാനം രാജ്യത്തിന് മാതൃക ആവേണ്ടതുമാണ്. കുറച്ച് ന്യായവാദങ്ങളെ കൂട്ടുപിടിച്ച് കണക്ക് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് വരുമ്പോൾ അത് ഒരു നല്ല ആശയമോ കാര്യമോ ആകുന്നതുമില്ല. പണം നൽകുന്നത് പൊതുജനമാണ്. അത് എത്തരത്തിലെല്ലാം ചിലവഴിച്ചു എന്നറിയാൻ അവർക്ക് അവകാശവുമുണ്ട്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഫണ്ടിംഗ് ആകുമ്പോൾ ആവശ്യപ്പെടാതെ തന്നെ കാര്യങ്ങൾ സുതാര്യമാക്കേണ്ടതുമാണ്. ശരിയായ തീരുമാനം ജനങ്ങൾ നൽകുന്ന പണം എന്തിനായി ചിലവഴിക്കപ്പെട്ടു എന്നതല്ല, മറച്ചു വെക്കപ്പെടേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം. രഹസ്യ സ്വഭാവം പല സംശയങ്ങൾക്കും വഴി തുറക്കുക തന്നെ ചെയ്യും. PM കേഴ്സിന്റെ മറവിൽ ഹിതമല്ലാത്ത പണമിടപാട് നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന് പിന്നിലും ഇതിന്റെ രഹസ്യാത്മകത വലിയൊരു ഘടകം തന്നെയാണ്. തീർച്ചയായും കൂടുതൽ സുതാര്യമാവുക, അപ്പോഴാവും PM കേഴ്സിനെ പോലും ഫണ്ടിംഗ് സംവിധാനം കൂടുതൽ അംഗീകരിക്കപ്പെടാനായി പോകുന്നതും.